എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും വരികയാണ്. ജീവിതത്തിലെ എന്താ പറയാ, ആ യാത്രയിൽ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചുകൊണ്ട് ജീവിതത്തിലെ പല മാറ്റങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ അതൊക്കെ ക്ലാസ്സിലായത്, ഇത്തരം ഒരു ക്ലാസ്സിൽ ഇപ്പൊ സമയപരിമിതി നമുക്ക് ഒരുപാടുണ്ട്. കാരണം വെച്ചാല് നമുക്കിത് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വിഷൻ ബോർഡിന്റെ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സുകളോട് ക്ലാസ്സുകൾ. അപ്പൊ നിങ്ങൾ എന്നെ പോലെ തന്നെ വൈകുന്നേരം 6 മണി 7 മണിയാകുമ്പോൾ നിങ്ങളെല്ലാം പിന്നെ തിരക്കായി ഓരോ പുസ്തകം എടുത്ത് ഓരോ ക്ലാസ്സിലേക്കും കയറേണ്ട അവസ്ഥയായി, അല്ലെ? അപ്പൊ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയിപ്പോ പൊതുവെ യൂട്യൂബ് ഇന്നലെ നമുക്ക് ലൈവ് ഫ്രീ സെഷൻ ഉണ്ടായിട്ടില്ല. ഇനി ആൾട്ടർനേറ്റ് ഡേയ്സിൽ മാത്രമേ ഫ്രീ സെഷൻ പറ്റുള്ളൂ, സാധ്യമാവുള്ളൂ. കാരണം ബാക്കിയുള്ള ക്ലാസ്സുകൾ കൂടുതലാണ്. ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എല്ലാം ഒരു 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 എന്താ പറയാ, ദ ഫ്ലോ ഓഫ് ലൈഫ് അങ്ങനെ പറയുന്നതായിരിക്കും. ഫ്ലോ ഓഫ് ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം അതിൻ്റെതായ രീതിയിൽ ചിട്ടവട്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി പോയിക്കൊണ്ടിരിക്കുക. ഏറെ സന്തോഷം. അത് ഏറെ ആഗ്രഹിച്ച കാര്യം ജീവിതത്തിൽ നടന്നുകൊണ്ടു പോകുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഞാൻ നമ്മൾ അറിഞ്ഞ് ഉൾക്കൊണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള സന്തോഷം അത് ഏറെ വലുതാണ്. വലിയ വളരെ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഓരോ കാര്യങ്ങളും ഓരോ ആൾക്കാരുടെ അനുഭവങ്ങളിൽ വരും. ഓക്കെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വലിയ ടെക്നിക്കും കാര്യങ്ങളൊന്നും പഠിപ്പിക്കണില്ല ഞങ്ങളെ. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുന്നതിലൂടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റും, എങ്ങനെയൊക്കെ മാറും എന്ന് മനസ്സിലാക്കാനാണ്. ഞാൻ പലപ്പോഴും അത്തരം കാര്യങ്ങൾ പറയാനാണ് പലപ്പോഴും ശ്രമിക്കാറുള്ളത്. കാരണം വളരെ നമ്മളിത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒഴിവാക്കി പോകുന്ന കാര്യങ്ങള്, പക്ഷെ അത് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ള ചില സത്യങ്ങൾ അറിയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും പറയും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുള്ള വ്യവസ്ഥകൾ. എന്തൊക്കെ ഉണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ വെറുതെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ അങ്ങനൊന്നുമില്ല എന്ന് പറയുന്ന പോലുള്ള വളരെ, ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി കാണും അത് എത്രത്തോളം ആ വാക്കിൽ എത്രത്തോളം ശക്തിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എന്താ വിഷയം, എന്താ വിശേഷം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഓ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നു എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പൊതുവേ ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്ര കാലം, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെയൊക്കെയല്ല. പക്ഷെ അങ്ങനെ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലതും മാറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ചിലവർക്കൊക്കെ മാറ്റാൻ പറ്റി, ചിലവർ മാറ്റാൻ വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ളതാ സത്യം. അങ്ങനെയാണ് ജീവിതം, അങ്ങനെയാണ്. നമുക്ക് ഒരു സുപ്രഭാതത്തിൽ മാറ്റാനൊന്നും പറ്റില്ല, സമയമെടുക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അതുപോലൊരു ക്ലാസ് ആണ്. പക്ഷെ അത് പണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് എന്ന് മാത്രമാണ്. ഇത് പണത്തിന് മാത്രമല്ല, പലതിനും ഉപയോഗിക്കാം. പക്ഷെ പണവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കൊന്നുമല്ല, വെറും സിമ്പിളായി നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. കാരണം ഇതും കൂടി എസെൻഷ്യലായിട്ട് അറിഞ്ഞിരിക്കണം. പണം ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, അതിനെ എങ്ങനെ പരിപാലിക്കണം എന്ന് കൂടി പഠിച്ചില്ലെങ്കിൽ വലിയ അബദ്ധമാകും, അല്ലെ? ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു ചിട്ടവട്ടം ഉണ്ട് എന്ന് പറയുന്ന പോലെ പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല, പണം വരവ് മാത്രമല്ല, അതിനെ പരിപാലിക്കലും വളരെയധികം ചിട്ടയോടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ എന്നൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. അപ്പോൾ റെഡി ആണെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ. ടക് 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 പറട്ടെ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഈ ഹാപ്പി ആൻഡ് റെഡി പറയുന്ന കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസിന്റെ ഇന്റൻസിറ്റി കുറച്ച് കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എനിക്ക് ആ വേണ്ട രീതിയിൽ ആ ക്ലാസ്സിനെ അങ്ങ് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന കുറവാണ്. നിങ്ങൾ ഇതൊക്കെ എന്താ പറയാ, നിങ്ങൾ ഹാപ്പി ആൻഡ് റെഡി വളരെ കുറവാണ്. പോരട്ടെ എല്ലാവരും പറയട്ടെ. 200 സംതിങ് 200 സംതിങ് ആൾക്കാരുണ്ട്. എല്ലാവരും ഹാപ്പി ആൻഡ് റെഡിയാണ് മാത്രമേ എന്ന് കാര്യം പറയുള്ളൂ. യെസ് 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 പറയട്ടെ. റെഡി. ആർക്കെങ്കിലും ഗുഡ് ന്യൂസുകൾ ഷെയർ ചെയ്യാനുണ്ടോ? ഞാൻ മറന്നുപോയി. ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. ഗുഡ് ന്യൂസ് പറയാനുള്ളവർ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്തോളൂ. സാർ എനിക്കുണ്ട്. പറഞ്ഞോ. ഞാൻ മഞ്ജുഷയാണ്. മഞ്ജുഷ പറ. ഒരുപാട് നാളുകളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അതെല്ലാം ഇന്ന് എനിക്ക് ഫുൾഫിൽ ആയി. എന്താന്ന് വെച്ചാല് കുറച്ച് വീട്ടിലേക്ക് വേണ്ട കുറെ ഫർണിച്ചർ വേണമെന്ന് കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. അത് എല്ലാം ഇന്ന് എന്റെ വീട്ടിലേക്ക് എത്തി. ഞാനതെല്ലാം എഴുതി വെച്ചിരിക്കുകയായിരുന്നു സർ. അതെല്ലാം നടന്നു. വെരി ഗുഡ്. എഴുതി വെച്ചതെല്ലാം നടന്നു. എല്ലാം. അതായത് എനിക്ക് ഒരു നല്ല അലമാര വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും 2 ഡോർ ആണ് ഉദ്ദേശിച്ചത്. 3 ഡോർ ഏറ്റവും വലിയ അലമാര എനിക്ക് കിട്ടി.
പിന്നെ പൂജാമുറി വേണമെന്ന് പറഞ്ഞു. വെറും 25,000 രൂപയുടെ പൂജാ റൂം എനിക്ക് വെറും 7,000 രൂപയ്ക്ക് ഫ്രഷ് പീസ് എനിക്ക് കിട്ടി. അത് ഇവിടുന്ന് അത് ഒരു ഇഫ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ട് അവര് ഫുള്ളായിട്ട് ക്ലിയറൻസ് സെയിൽ കൊടുക്കുകയായിരുന്നു. ഓ അപ്പോ ഒരുപാട് സാധനങ്ങൾ സാർ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്കും 2 6 അടി ഉള്ള 2 കട്ടില് കിട്ടി. അതുപോലെ നല്ല ഭംഗിയുള്ള, ഏറ്റവും നല്ല ഭംഗിയുള്ള ഈ നല്ല സിനിമ ഇതിലൊക്കെ ഇടില്ലേ, ടിവിയിലും വലിയ വലിയ ഷോറൂമിലൊക്കെ, അങ്ങനെയുള്ള ഒരു 8 ചെയേഴ്സ് കിട്ടി. ഭയങ്കര പിന്നെ സന്തോഷമായല്ലോ. എല്ലാം ഓഫറാണ് സാർ, എല്ലാം ഓഫറാ. ഭയങ്കര സന്തോഷമായല്ലോ. ഒരുപാട് 8,000 രൂപയുടെ ചെയർ വെറും 500 രൂപയ്ക്കാ സാർ എനിക്ക് കിട്ടിയത്. 500 രൂപയ്ക്ക് അടിപൊളി മഹാഗണി ടീക്കുഡ് വെരി ഗുഡ്. 3 എണ്ണം. അവർക്ക് അത് എന്നും നന്മയുണ്ടാവട്ടെ കേട്ടോ. തന്നവർക്ക് ആ ഓഫർ ഇട്ടവർക്ക് എന്നും നന്മയുണ്ടാവട്ടെ. അതെ സാർ, ഞാൻ അവരോട് ഒരുപാട് നന്ദി പറഞ്ഞു. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വിളിച്ച് അവരുടെ അവിടെ എല്ലാവരും പറയായിരുന്നു അടിപൊളി എന്നിരുന്നാ. ഞാൻ എന്താ പൂജാമുറി ഒന്നും വാങ്ങിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും ഞാൻ പോയതല്ല. ആകെ ഒരു അലമാരയ്ക്ക് വേണ്ടി പോയതാ. ഞാൻ ഒരു ടിപ്പർ മുഴുവൻ സാധനങ്ങളായിട്ടാ വീട്ടിലേക്ക് വന്നത്. അടിപൊളി. 2 വലിയ കട്ടില്, അതായത് ബിഗ് സൈസ്, ക്യൂൺ സൈസ്, കിങ് സൈസും ക്യൂൺ സൈസും ആയിട്ടുള്ള 2 കട്ടില്, 8 ചെയേഴ്സ്, അടിപൊളി ചെയേഴ്സ് എന്ന് വെച്ചാൽ അത് സാറ് ഞാൻ വാട്സപ്പിൽ ഇതിലൊക്കെ അയക്കാം, അത്ര അടിപൊളി. പിന്നെ ഡൈനിങ് ചെയേഴ്സ് 3,500 രൂപയുടെ വെറും 1,000 രൂപ വെച്ചിട്ട് അങ്ങനെ 8 ഡൈനിങ് ചെയേഴ്സ്, 2 എണ്ണം ഫ്രീയും തന്നു. വെരി ഗുഡ്. നല്ല കാര്യം. ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചോട്ടോ, ഒരു വോയിസ് നോട്ട് അയച്ചോട്ടോ എല്ലാവർക്കും. ഓക്കെ സാർ, ഉറപ്പായിട്ട് അയക്കാം. എഴുതി വെച്ചതെല്ലാം ഫലിക്കും എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യമാണ്. ഇത് ഏത് സ്ഥലത്തുനിന്നാ വാങ്ങിച്ചേ? ഇത് ഇഫ ഫർണിച്ചർ. ഇവിടെ എന്താ പറയാ, മറ്റേ കുന്നംകുളത്തല്ല, എന്താ അങ്ങനെ ഒരു സ്ഥലം, മരത്തങ്കോട്. ഒരു കാര്യം ചെയ്തോ, റോജ എന്തായാലും അയക്കുമ്പോഴേ, അല്ല മഞ്ജു എന്തായാലും അയക്കുമ്പോഴേ അവരുടെ അഡ്രസ്സും കൂടി അയച്ചോ. നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുമ്പോ അവർക്ക് ഒരു പരസ്യം ആയിക്കോട്ടെ. നല്ല കാര്യം ചെയ്തവരല്ലേ, അവർക്ക് നല്ലതുണ്ടാവും. ഒരുപാട് കസ്റ്റമേഴ്സാ സാർ അവർക്ക്, ഒരുപാട്. ഓക്കെ, താങ്ക് യു. ഇനി ആരാളെ സംസാരിക്കാൻ? അവര് ആലപ്പുഴ ജില്ലയിലോട്ട് വരാൻ പറ, ഷോറൂം. ആലപ്പുഴ ജില്ലയിൽ ഷോറൂം വരാൻ പറയാട്ടോ. പറയാം. മോള് എന്നോട് സാറേ, പിന്നെ ബർത്ത്ഡേ ജൂൺ 28 26-ാം തീയതി പോയി മോൾക്കൊരു കമ്മലൊക്കെ മാറിക്കൊണ്ട് വന്ന് 29-ാം തീയതി അത് കളഞ്ഞു പോയാ. ഇതുവരെ തേടിയിട്ട് കിട്ടിയിട്ട് കളഞ്ഞു പോയി. എന്നോട് പറയാം സാറിനോടൊന്ന് പറയാൻ. ഓ, അത് വീട്ടിൽ തന്നെ ഉണ്ടാവും. തപ്പി എടുത്തു. ഡോണ്ട് വറി, ഇന്ന് തപ്പണ്ട. ഇന്നിന് തപ്പണ്ട, നാളെയും കഴിഞ്ഞ് തപ്പിയാ. ഓക്കെ സാർ, വീട്ടിലുണ്ടാവും. ആരാ പോയി മേടിച്ചോടുന്നേ? ഞാനും മോളും കൂടെ. അവൾക്ക് ഇഷ്ടപ്പെട്ടാണോ? അവളുണ്ടോ? അവിടെ ഉണ്ടോ? കിടക്കുന്നു എഴുതേ എനിക്ക് കാണുന്നില്ല. കാണുന്നില്ലേ? ഒരു മിനിറ്റ്. ഇപ്പൊ കാണാ സാറേ? ഒരു മിനിറ്റ്. ഹായ്, എന്ത് പറ്റി? കമ്മലൊക്കെ പോയി. അയ്യോ, എവിടെയോ കാണാതെ പോയി. ഓർമ്മയുണ്ടോ എവിടെ വെച്ചെന്ന്? പേടിക്കണ്ട കേട്ടോ മോള്. നാളെ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതി. വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നീ കിടക്കുന്ന ബെഡിന്റെ ചുറ്റുവട്ടത്ത് നോക്കിയാൽ മതി. ഇന്ന് നോക്കണ്ട, നാളെ നോക്കിയാൽ മതി കേട്ടോ. എവിടെയും പോകില്ല കേട്ടോ. എവിടെയും പോകില്ല. ഓക്കെ, താങ്ക് യു സാർ. ഗുഡ് ഗേൾ. ഓക്കെ സാർ, മുകുന്ദൻ സാറിന്റെ മുടി കൊഴിച്ചിലിന്റെ മരുന്ന് നല്ലതാണ്. ഏതാ? മുകുന്ദൻ സാറിന്റെ മുടി കൊഴിച്ചിലിന്റെ മരുന്ന് നല്ല എഫക്റ്റീവ് ആണോ? മുടി നന്നായിട്ട് നിൽക്കുന്നുണ്ടോ? മുടി കൊഴിച്ചിൽ നിന്ന് 4 ദിവസം കൊണ്ട് തന്നെ. വെരി ഗുഡ്. മുകുന്ദ് ഹെർബ്സ് എന്താ പേര് അതിന്റെ? ഇത് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്ന് തേക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഹെയർ ഓയിൽ. ഞാൻ ഹെയർ ഓയിൽ ഒരു ദിവസം തെച്ചതേ ഉള്ളൂ. ഞാൻ അതിന് മറ്റേ അത് എവിടെ കിട്ടുക സർ, അതിന്റെ ലിങ്ക്? നമ്മുടെ ഇതിലുണ്ടല്ലോ, കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ. ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഗിരിജ ഉണ്ട് അവിടെ. ഗിരിജ നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത. ഗിരിജ നമ്മുടെ ക്ലാസ്സിൽ ഗിരിജ ഉണ്ട്. ഗിരിജ വിളിച്ച അയച്ചു തരും.
പിന്നെ ഞാനും ഞാൻ നോക്കിയിട്ട് നമ്പർ കിട്ടിയില്ല. മറ്റൊരു മരുന്ന് എഫക്റ്റീവാ നമുക്ക് ഈ ഞാൻ പറഞ്ഞ മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ ചെയ്യുന്നവർക്ക് ഒരു മസിൽസ് റിലാക്സ് ചെയ്യുന്ന സാധനം എനിക്ക് ഭയങ്കര എഫക്റ്റീവ്. സാർ ആ മരുന്നെല്ലാം നല്ല ആ എഫക്റ്റീവ് ആണ്. അത് വേണം സാറേ, ഞങ്ങൾക്ക് വേണം. അതാ അത് ഭയങ്കര വേണം എഫക്റ്റീവ്. സാറേ. ഞാൻ എല്ലാ എല്ലാ ദിവസവും മരുന്നും ഞാൻ വാങ്ങിച്ചതാണ്. അതെല്ലാം നല്ല എഫക്റ്റീവ് ആണ് സാർ. ഷെയർ ചെയ്ത് തന്നാ മതി, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നാ മതി. എനിക്ക് ഈ ഫോൺ സാധനം നമ്പർ ഒന്ന് എഴുതാം. മസാജ് ഓയില് ആ മസാജ് ഓയില് ഞാൻ ബുക്ക് ചെയ്തിട്ടേ എനിക്ക് ഉള്ളൂ. ഭയങ്കര ഇത് വേണം മസാജ് റിലീഫ് കിട്ടിയ മസാജ് ഓയിൽ ഭയങ്കര വേണം. റിലീഫാണ് എനിക്ക്. ലിക്വിഡ് ബാം ഒക്കെ മസാജ് നല്ലതാണ് സാറേ. ആ വേണം. ഞാൻ 3 മസാജ് വാങ്ങിച്ചു. ഓയിൽ ആ, വാങ്ങിക്കണമായിരുന്നു. ഇത് നിങ്ങൾക്ക് കുറച്ച് നമുക്ക് ഈ മസിൽസ് സ്റ്റിഫ് ആകുന്നതിനും പിന്നെ ആ ബോഡി പെയിൻ എന്തൊക്കെയുള്ള എല്ലാവർക്കും വളരെ നല്ല ഇതാണ്. വളരെ എനിക്ക് ഭയങ്കര അതെനിക്ക് റിസൾട്ട് കിട്ടും. ഞാനിത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം. രാവിലെ എല്ലാ ദിവസവും ഞാൻ യോഗ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട് ജോയിന്റ്സിനൊക്കെ. നല്ലൊരു ഇതാണ്. അത് ഗ്രൂപ്പിൽ നിട്ട് കൊടുത്ത പ്രസീത അവർ ഡോക്ടറുടെ വിളിച്ചോട്ടെ. നമ്പർ വേണേ. ഫോൺ നമ്പർ എന്നിട്ട് തന്നാ മതി. ഫോൺ നമ്പർ ഗ്രൂപ്പിൽ ആ നന്നായി. പോസ്റ്റർ ഇടാം. അതിനകത്ത് ഫോൺ നമ്പർ ഉണ്ട്. ഫോൺ നമ്പർ മതി. ഓക്കെ ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു. നമ്മളെ എന്നത് ആ മെഡിസിൻ അത്ര എഫക്റ്റീവ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ നിന്ന് പർച്ചേസ് നേരെ അവർ അയച്ചു തരും സാധനം. ഞാൻ അവർ ലിങ്ക് ഇട്ടിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഞാൻ തരാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അടക്കം തരാം, എമൗണ്ട് അടക്കമാക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്താൽ മതി. നമുക്ക് ചെയ്തു തരാം. കാരണം എനിക്ക് ഭയങ്കര എഫക്റ്റീവായി തോന്നിയുണ്ട്. പിന്നെ ബാം, അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. ആ ബാം, ലിക്വിഡ് ബാം, ഇത് ആരാ ഉപയോഗിച്ച? ലതാംബികയായിട്ട് ഞാൻ ഉപയോഗിച്ച വാങ്ങിച്ചു സാറേ. അല്ലേ? ലിക്വിഡ് ബാമും ഓയിലും മസാജ് ഓയിലും വേണം. നല്ല എഫക്റ്റീവ്. നല്ല റിസൾട്ട് ഉണ്ടെന്ന് എല്ലാരും പറയുന്നു. നല്ല റിസൾട്ട് ഉണ്ട്. ഒരു കാര്യമുണ്ട്, നമ്മളെ മരുന്നുകൾ പലയിടത്തും പലതും ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് വേണ്ട നമ്മൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം നമ്മൾ മറ്റ് ക്ലാസ്സുകളെ പോലെയല്ല. നമ്മളൊരു സ്പിരിച്വൽ കണക്ഷനിലൂടെയാണ് നമ്മൾ പൊതുവെ പോകുന്നത്. നമുക്കൊരു ഈശ്വരാധീനത്തെ പറ്റിയാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആള് ആ ഒരു ഒറ്റ രീതിയിലാണ് എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മോൻ സാറ് വളരെ വളരെ നല്ല രീതിയിൽ അതിനൊരു ഡിവൈൻ പവർ ആയിട്ടാണ് ഇതിന് കാണുന്നത്. അതുകൊണ്ട് അതിന്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും നമ്മളെ സംബന്ധിച്ച്. സാറ് ശരിക്കും പറഞ്ഞാൽ ഗൾഫ് കൺട്രിയിലാണ്, പക്ഷെ ഇത്രയും അടിപൊളിയായിട്ട് മുടി നിറയെ ഉണ്ടല്ലോ സാർക്ക്. അത് ഞാനും ചിന്തിക്കാറുണ്ട്. എന്റെ ഹസ്ബൻഡിനൊന്നും മുടിയേ ഇല്ല. അതല്ലേ നിങ്ങളെ ഹസ്ബൻഡ് ഞാൻ തമ്മിൽ വ്യത്യാസം. മനസ്സ് ശുദ്ധ ഒരുപാട് ഞാൻ എപ്പോഴും വിചാരിക്കും സാർക്ക് എന്ത് അറിയായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. ചീ കണ്ട അത്രയും. മുടി വേണം, മനസ്സ് ശുദ്ധം ഉണ്ടോ മുടി ഉണ്ടാവും. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. മനസ്സ് ശുദ്ധമായവർക്ക് മുടി ഇല്ല സാർ, അങ്ങനെ പറയല്ലേ. ചുമ്മാ ടെൻഷൻ ഇല്ലെങ്കിൽ എല്ലാം ഉണ്ടാവും. ടെൻഷനൊന്നും എന്താ മുടി പോകുന്നത്? അതൊരു കാര്യം അല്ല, ഇതൊക്കെ ഉണ്ടല്ലോ, അത് അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ ഒരു പാരമ്പര്യ ഘടകമാണ്. പെട്ടെന്ന് നരയ്ക്കുന്നത് ടെൻഷനുള്ളവർക്കാ, പെട്ടെന്ന് നരയ്ക്കും. എന്റെ മുടി ഒരാളുടെ മുടി നരച്ചിട്ടില്ലല്ലോ, ഒറ്റ മുടി നരച്ചിട്ടില്ലല്ലോ, അതന്നെ വലിയ കാര്യമല്ലേ. ഇല്ലില്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നു. എവിടെയെങ്കിലും ഡൈ ഉണ്ടോ അവിടെ? എന്റെ മുഖത്ത് നോക്കി. അതിനെങ്ങനെ കാണാൻ പറ്റും? ഓക്കെ പോട്ടെ. ഇപ്പൊ എന്നെ പറ്റി ഒരിക്കലല്ല, നമ്മ ക്ലാസ്സിൽ കിടക്കാം. പോരട്ടെ. ഓൾവേസ് പറയാൻ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഗൾഫിൽ അടുത്ത ആഴ്ച പരിപാടി ഉണ്ടെന്ന് അറിയാലോ, ദുബായിൽ പരിപാടി ഉണ്ടെന്ന് അറിയാലോ, ഞായറാഴ്ച. അപ്പൊ ഞാന് നമ്മുടെ പ്രാണ സ്റ്റോണ് നാട്ടിൽ നിന്നും ഗൾഫിലേക്ക് എത്തിക്കാൻ, നാട്ടിലേക്കാണ് അത് നാട്ടിൽ നിന്ന് കിട്ടിയത്. അപ്പൊ ഞാനത് ശരിക്കത് വരുന്ന പുറത്ത് രാജ്യത്തു നിന്നാണ്. അതുകൊണ്ട് അവിടെ നിന്ന് അത് വരുത്താൻ പറ്റാതിരിക്കുമ്പോഴാണ് ഞാൻ ഇന്നല്ല ഒരാഴ്ചയായിട്ട് ഇത് വലിയ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ആ ഒരു സ്റ്റോണ് അത്രയും ബിഗ് വേണ്ട, ഇവിടെ കൊണ്ടു നടക്കാനുള്ള ഒരു വിഷയം ഉണ്ടാവുന്ന ആലോചിച്ച് ഇങ്ങനെ നടന്ന് ഇതിപ്പോൾ ഇന്ന് എനിക്ക് സംഭവം കിട്ടി. വളരെ ഗൾഫുകാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള സൂപ്പർ ആയിട്ടുള്ള സംഭവം കിട്ടി. ഇത് മെഡിറ്റേറ്റീവ് സ്റ്റോൺ, പ്രാണ സ്റ്റോണ്. വളരെ രസമുള്ള സാധനമാണ്. നമ്മളെ കയ്യിലെ, ഇത് ഗൾഫുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഗൾഫിൽ മറ്റന്നാളത്തെ പരിപാടിക്ക് വരുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ ചിന്മുദ്രയിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ വെച്ച് പിടിക്കാൻ പറ്റിയ സാധനം. ഇവിടെ ഒരു കൈ ലോക്ക് ചെയ്യാനുള്ള ഒരു കൈ, ഇങ്ങനെ തമ്പ് കൊടുക്കാനുള്ള സാധനമുണ്ട്. ഇതിങ്ങനെ കൈ പിടിച്ചിട്ട്
മെഡിറ്റേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. വളരെ സ്പെഷ്യലായിട്ട്, ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. ഗൾഫ് പ്രോഗ്രാം വരുന്നവർക്ക് മാത്രമല്ല. ഇനിയിപ്പോ നാട്ടിലേക്ക് ഇത് അടുത്ത പരിപാടിക്ക് പറ്റുമോ എന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ 7 ചക്രാസ് ഇതും വാങ്ങിച്ച സ്റ്റോൺസ് കയ്യിലിടാനായിട്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കാം. അല്ല, നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടല്ല, ഇതിപ്പോ നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരണ്ടേ. ഞാൻ വരുമ്പോ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ലത്. ഞാൻ ഇവിടെ മാത്രം അവൈലബിൾ ആ സാധനം. ഇത് പുറത്തെ രാജ്യത്ത് നിന്ന് വന്നതാണ്, മറ്റു രാജ്യത്ത് നിന്ന് വരുത്തിയത്. ഞാനിത് കൊറിയർ എയർ ഷിപ്മെന്റ് വരുത്തിയതാണ്. അപ്പൊ നാട്ടിലേക്ക് മുമ്പേ വരുത്തിയത് മറ്റൊരു വേറെ ടൈപ്പാണ്. സെയിം സംഭവം തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഫിനിഷിംഗ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ പിടിക്കുക ചെയ്യാം. ഇതിന്റെ വൈബ്രേഷൻ ലെവൽ അറിയാൻ പറ്റും നമുക്ക്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈബ്രേഷൻ ലെവൽ കൃത്യമായി ഇത് വെച്ച് അളക്കാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് നമ്മൾ പ്രാണ മെഡിറ്റേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ ഒരു പരിപാടി ആക്കാം. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടോ വയ്ക്കുക. ഇത് ശരിക്കും വൈബ്രേറ്റ് ചെയ്യും. നമ്മുടെ എനർജി ലെവലിൽ മാറുന്നതനുസരിച്ച് സാധനം വൈബ്രേറ്റ് ചെയ്യും, ഓരോ ആളുടെ എനർജി അനുസരിച്ച്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓരോ ആൾക്കും ഓരോ അനുഭവങ്ങൾ പറയുന്ന കേട്ടില്ല. ഇത് ഭയങ്കര ഇതുള്ള കാര്യമാണ്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുള്ളൂ. പ്രോഗ്രാമിൽ വരുന്നവർക്ക് ഇത് റെഡിയാണ്. ലാസ്റ്റ് നിമിഷത്തിൽ പേര് തന്നാൽ അത് തരാനും പറ്റൂല. പിന്നെ ഇത് സ്പെഷ്യലായിട്ട് വേണ്ടവർ പറഞ്ഞാൽ ഈ സാധനം വരുത്തി തരാം. ഇത് എല്ലാം 7 എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഇതാണ്. എല്ലാ സ്റ്റോൺസും ഇതിനകത്തുണ്ട്. നിങ്ങൾ കണ്ടാൽ അറിയാം കളറും കാര്യങ്ങളും. ഇത് കയ്യിൽ ഇടുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ എനർജി, ഞാൻ ഇതിനെ പറ്റിയിട്ട് ഈ സ്റ്റോണിനെ പറ്റിയിട്ട് മാത്രമല്ല, എനർജി എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ എക്സ്റ്റേണൽ എനർജി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് ഒരു ദിവസം കൃത്യമായിട്ട് പറഞ്ഞു തരാം. എക്സ്റ്റേണൽ ഏതൊക്കെ ആൾക്ക് എത്രയൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് എനർജി വേണം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് മെഷർ ചെയ്തിട്ട് നമുക്ക് ഈ ഗോൾഡ്, അല്ലെങ്കിൽ ഗോൾഡ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നത്, പക്ഷെ എല്ലാവർക്കും ഗോൾഡ് ഉപയോഗിക്കുന്നത് ശരിയായിരിക്കണം എന്നില്ല. അതുപോലെ വെങ്കലമുണ്ട്, അങ്ങനെ ഓരോ സ്റ്റോണുകളുണ്ട്, ഡയമണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മുടെ ബോഡിയുടെ എനർജിയെ അളന്നിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ചിലത് കയ്യിലായിരിക്കും, ചിലർക്ക് എനർജി കുറവ്, ചിലർക്ക് കാലിലായിരിക്കും, ചിലർക്ക് ത്രോട്ടിലായിരിക്കും, ചിലർക്ക് സ്റ്റൊമക്കിലായിരിക്കും. അങ്ങനെ ഓരോന്ന് എനർജിയുടെ ഇംബാലൻസ്, ഈ ചക്രാസിനെ ബാലൻസ് ചെയ്ത് നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു സാധനം ഉണ്ട് എൻ്റെ അടുത്ത്. അത് വെച്ചിട്ട് ഏത് ചക്രയിലാണ് നിങ്ങളുടെ വിഷയം എടുക്കുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് ആ ചക്രത്തിനനുസരിച്ചുള്ള എനർജി കൊടുത്താൽ മതി. വലിയ മാറ്റം ഉണ്ടാവും ജീവിതത്തിൽ. ഇത് പക്ഷെ ഇതൊക്കെ നമ്മളിങ്ങനെ പബ്ലിക് ക്ലാസ്സിൽ പറയുന്നതിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ സമയം പരിമിതി. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിനൊക്കെ ആയിട്ട് ഒരു ക്ലാസ്സുകളൊക്കെ എടുത്ത് ഓരോ ആളെയും മെഷർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മൾ വിചാരിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങളെല്ലാം പുറത്തുനിന്ന് എവിടുന്ന് വന്ന് ആരോ കൊണ്ടുതരുന്നതാണ്. അങ്ങനെയൊന്നും അല്ല ഇത്. നമ്മുടെ തന്നെ ശരീരത്തിൽ, അതായത് നമ്മുടെ തന്നെ 5 ശരീരങ്ങളിൽ അടങ്ങുന്ന വിഷയങ്ങൾ തന്നെ നമ്മൾ അനുഭവിക്കുന്നുള്ളൂ. അത് പണമായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ബന്ധങ്ങളായി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ജോലിയുടെ ആയിക്കഴിഞ്ഞാലോ, എല്ലാം നമ്മളുടെ ആന്തരികമായ നമ്മുടെ ബോഡിയിൽ, ആസ്ട്രൽ ബോഡിയിൽ വരുന്ന വിഷയങ്ങളിലൂടെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതൊക്കെ ബാലൻസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ അതിന്റെ മറ്റു കാര്യത്തിലേക്ക് പോകാം. അപ്പൊ ദുബായ് ക്ലാസ് അടുത്ത ഞായറാഴ്ചയാണ്. ഹോട്ടലിലൊക്കെ റെഡി, എന്താ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഞായറാഴ്ചയാണ്. നിങ്ങളൊക്കെ ആർക്കാരും ഹസ്ബൻഡ്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ പറയുക. വളരെ എന്താ പറയാ, അത്രയും ഇതായിട്ടുള്ള ഒരു ചേഞ്ചസിന് വേണ്ടി തയ്യാറാവുന്നവർ വരിക. അവർക്ക് എല്ലാ രീതിയിലുള്ള ഒരു ചേഞ്ചസും വന്ന് അവിടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതുണ്ടാവും. പിന്നെ ബുക്സുകളൊക്കെ ഇപ്രാവശ്യം ബുക്സുകൾ വേണ്ടവർ അത് വന്നാൽ ബുക്സ് കിട്ടും. അല്ലെങ്കിൽ ബുക്സ് കൊടുക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അന്ന് അവിടെ ബുക്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നാട്ടിലെ പോലൊന്നും ഇവിടെ പൈസയും വാങ്ങിക്കുന്നില്ല. പൈസയും വാങ്ങിക്കാൻ പറ്റില്ല. അതിനേക്കാളും നാട്ടിലേക്കാളും കുറവാണ് ഇവിടെ പൈസ വാങ്ങിക്കുന്നത്. കാരണം ഇവിടുത്തെ ഗൾഫിനെ സംബന്ധിച്ച് ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ വീഡിയോ കാണുന്നവർ, നാളെ കാണുന്നവർ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ, ദുബായ്, UAE ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേര് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ വരിക. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അഡ്മിന്മാർ ചെയ്തു തരും. ലൈവ് ഇടൂല ഞാനത്. കാരണം വെച്ചാല് വേണ്ട, ലൈവ് ആകുമ്പോൾ ശരിയാവുന്നില്ല. നിങ്ങൾ വന്ന് കുറച്ച് നോക്കാൻ പറ്റും. യൂട്യൂബിൽ കുറച്ചൊക്കെ ലൈവ് വരാൻ പറ്റുമോ നോക്കാം. പക്ഷെ അങ്ങനെ വലിയ സെറ്റപ്പ് ചെയ്യുന്നില്ല. ക്യാമറമാനും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. കാരണം അത്രയും വലിയ ക്രൗഡൊന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കുറച്ചൊക്കെ ലൈവ് ഇടാൻ നോക്കാം. പക്ഷെ പേയ്മെന്റ് ലൈവോ സൂമോ അങ്ങനെയൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് ശരിക്കും നെറ്റ്വർക്കെല്ലാം ശരിക്കും കിട്ടിയില്ല, പിന്നെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആണ്. വേണ്ട.
നമുക്ക് ഇവിടെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് കുറച്ചും കൂടി ബെറ്റർ കുറച്ചും കൂടി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ, അല്ലെങ്കിൽ സമയം പോകും. അപ്പോൾ റെഡി, എല്ലാം റെഡിയാണല്ലോ അല്ലേ? എല്ലാം റെഡിയാണ്. ഇന്ന് ഞാൻ ഒരു ചോദ്യം ആദ്യം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എല്ലാവരും പറയാൻ പോകുന്ന ഉത്തരം എന്താണെന്നും എനിക്കറിയാം. പക്ഷെ എന്നാലും ചോദിക്കാതിരിക്കുന്ന അർത്ഥമില്ല. ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായിരിക്കും ഉത്തരം പറയുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾ അല്ല സാർ ഇവിടെ ഇങ്ങനെയല്ലേ ഇതിനെ പഠിപ്പിച്ചിട്ടുള്ളത്, ഇങ്ങനെയല്ലേ പറയാവൂ എന്നാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഉത്തരം ഒരു ഒറ്റ ടൈപ്പ് ഉത്തരമായിരിക്കും എല്ലാവരും പറഞ്ഞത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉത്തരം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ഡിഫറെന്റ് ടൈപ്പായിട്ട് ഉത്തരം പറയും. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പണത്തെ പറ്റിയിട്ടാണെന്ന് പറഞ്ഞത്. പണത്തോട് നമുക്കുള്ള ബന്ധം എന്താണ്? നിങ്ങളിത് ഉത്തരം പറയാം. നിങ്ങൾക്ക് പണത്തോടുള്ള ബന്ധം എന്താണ്? ഒന്ന് ഭയം, ആശങ്ക, സ്നേഹം. ഞാൻ ഒന്നും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. 4 ഓപ്ഷൻസ് അല്ല, 1, 2, 3, 4. ഇതിൽ ഏതാന്ന് പറയാം. ഒന്നാമത്തത് സ്നേഹം, അല്ലെങ്കിൽ ആശങ്ക, ഭയം. എനിക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. ഇത് നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യണേ താഴെ നിന്ന്. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ആദ്യം ടൈപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ഥിരമായിട്ട് എന്റെ ക്ലാസ്സിൽ എടുക്കുന്നവര്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം ഒരു ഉത്തരേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഉത്തരം തെറ്റാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എത്ര പേർക്ക് ആ സ്നേഹമുള്ളത്? വളരെ കുറച്ചല്ലേ. ഓക്കെ, എന്നാ പിന്നെ അവിടെ ഇരിക്കട്ടെ. സ്നേഹം ഉണ്ടല്ലോ, അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെ പണത്തിൽ സ്നേഹിക്കോട്ടോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, ബാലൻസ് ആയി, ഈക്വൽ ആയല്ലോ അല്ലെ? അപ്പൊ രണ്ടും ഒരു തീരുമാനമായല്ലോ അല്ലെ? ഓക്കെ, ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോ ചിന്തിക്കേണ്ട കാര്യം, പണം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ, പണം നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അവഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മെ സ്നേഹിക്കുന്നുണ്ടോ? ഇതാണ് 3 കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏകദേശം ആൾ പറയുന്നത് സ്നേഹമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ സ്നേഹമുള്ള ഒരു സാധനത്തെ, ഒരു സംഭവത്തെ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹം, ഇപ്പൊ നിങ്ങൾ പറയാം, ഇപ്പോ പെണ്ണുങ്ങൾ, ഇപ്പൊ നമുക്ക് ഫാമിലി ആണെങ്കിൽ പറയാം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ മക്കളെയാണ്, അല്ലെങ്കിൽ ഭാര്യയാണ്, ഭർത്താവിനെയാണ്, അമ്മയാണ് ഒക്കെ നമ്മൾ പറയുമല്ലോ അല്ലെ? എങ്കിൽ ഈ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ഈ ഒരു സാധനത്തെ, പണത്തെ നിങ്ങൾ സ്നേഹിക്കുന്ന സ്ഥാനത്തെ, നിങ്ങൾ ഇപ്പൊ നിന്ന് നിങ്ങളുടെ പേഴ്സ് എടുത്തൊന്ന് കാണിക്കാവും. നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനത്തെ, ഏറ്റവും സ്നേഹമുള്ള സാധനത്തെ വെച്ചിരിക്കുന്ന പേഴ്സിൽ ഒന്ന് കാണിക്കാം. എത്ര പേർക്ക് ഇവിടെ ഇപ്പൊ കാണിക്കാൻ പറ്റും നിങ്ങളുടെ പേഴ്സ്? എത്ര? 1 രൂപയും എന്റെ പേഴ്സില്ല, ഞാൻ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, എന്റെ വണ്ടിയിലാണ്, അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. നിങ്ങളടുത്ത് ഒരാൾ കാണിക്കാവും, ഒരാൾ പേഴ്സ് എടുത്തൊന്ന് കാണിക്കാവും. നിങ്ങളുടെ പേഴ്സിൽ നിങ്ങൾ കാശ് വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഒരാളെ ഹൈലൈറ്റ് ചെയ്യും, ഒന്ന് കാണിക്കാൻ പറ്റും ആർക്കെങ്കിലും ഒരാൾ? പേഴ്സ് എടുത്ത് അതിനകത്തുള്ള കാശൊന്ന് എടുത്ത് രമാദേവി അമ്മ. കുറെ ഇത്ര ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണുന്നില്ല. എടുത്ത് ഇങ്ങനെ പുറത്തോട്ട് എടുത്ത്, യെസ്, കറക്റ്റ്. രമാദേവി എടുത്തത് കറക്റ്റ്, അവിടെ ഇരിക്കട്ടെ. യെസ്, അവിടെ തന്നെ ഇരിക്കട്ടെ. അടുത്ത ആൾ, കറക്റ്റ്. ആര്യൻ, കറക്റ്റ്. ഓക്കെ, അടുത്ത. യെസ്, ഓക്കെ, യെസ്. ഇത് കാണിക്കാത്ത ആൾ ഇങ്ങനെ ചുറ്റിക്കൂട്ടി വെച്ചിരിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ചുരുട്ടിക്കൂട്ടി ഇങ്ങനെ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? കറക്റ്റ്. ഇത് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം ആശ കൃത്യമായി വെക്കാൻ തുടങ്ങി അല്ലെ? ചുറ്റിക്കൂട്ടി വെക്കുന്ന കുറെ പേരില്ലേ ഇവിടെ? കാശ് ഇങ്ങനെ ചുറ്റിക്കൂട്ടി പോയി പേഴ്സിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉണ്ട്. ജാനകിയൊക്കെ കൃത്യമായി അടുക്കി വെക്കാൻ തുടങ്ങി അല്ലെ? എന്ന് മുതലാ തുടങ്ങിയത്? മേരി, എന്താ മേരി ഇത് കയ്യിൽ? നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സാധനമാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? ആണോ? ഇപ്പൊ തറാം, ഇപ്പൊ വിടർത്തി വെച്ചു അല്ലെ? ഓക്കെ. ഇതൊന്ന് എന്തായിരിക്കാം ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഇതിന്റെ ലക്ഷണം എന്താണെന്നറിയോ? ഓക്കെ, ഈ അടുക്കി വെക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പണത്തിന്റെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? അടുക്കി വെച്ച ഒരാൾ, രമാദേവി അമ്മ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. നിങ്ങൾ എപ്പോഴെങ്കിലും പണത്തിന്റെ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? രമാദേവി അമ്മ അൺമ്യൂട്ട് ചെയ്ത്. ഇല്ല. പണം ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടാവും, ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. ഇനി ഇല്ല. ഓക്കെ, പണം ഇല്ലാതെയൊക്കെ നമുക്ക് പലപ്പോഴും വന്നിട്ടുണ്ടാവും. അടുത്തത് ലൈല രാജീവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്.
ഒരു മിനിറ്റ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യത്തിന് പണമില്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ടോ? അൺമ്യൂട്ട് ചെയ്തല്ലോ രാജു. ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഈ സാധനം ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ? അൺമ്യൂട്ടാണ്, സംസാരിച്ചോളൂ. സൗണ്ട് വരുന്നില്ല. ഇനി നിങ്ങൾ കേൾക്കുന്നില്ല. ഓക്കെ, ഇപ്പോ എന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ടാ പോകാറ്. ഓ, ഞാൻ എന്താണോ വിചാരിക്കുന്ന അതിനുള്ള കാശ് എപ്പോഴും എന്റെ കയ്യിൽ വരും. യെസ്. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങൾ പണം കിട്ടുമ്പോഴും നിങ്ങൾ ഇഷ്ടത്തോട് ബഹുമാനത്തോടെ അതിനെ കാണുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇനി നേരത്തെ അടുക്കി വെക്കാത്ത അല്ലെ ഒരാള്, തീരെ അടുക്കി വെക്കാത്ത, അടുക്കി ചിട്ടയായി വെക്കാത്ത ഒരാളെ ഒന്ന് പറയും. ഒന്നൊരു മിനിമോൾ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. മിനിമോൾ സജീവൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മിനിമോൾ, പണത്തെ പറ്റി നിങ്ങൾക്ക് എപ്പോഴും ആശങ്കയല്ലേ? അതെ, പണത്തെ ഇപ്പോഴല്ല, പറ്റി എന്നും ആശങ്കയാണല്ലോ നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഇപ്പോഴില്ല സാറേ. നേരത്തെ പേഴ്സിൽ ഇങ്ങനെ അലമ്പായിട്ടായിരുന്നു വെച്ചിരുന്നത്. ഇപ്പോഴാ കുറെ നാളായിട്ട്, ഒരു 6 മാസമായിട്ടാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിന് മാറ്റം എനിക്കുണ്ട്. ശ്രദ്ധിക്കാൻ തുടങ്ങിയ ശേഷം മാറ്റമുണ്ട്. മുമ്പേ ആശങ്കയായിരുന്നു, ഇപ്പൊ ആശങ്കയില്ലല്ലോ പണത്തെ പറ്റി ആലോചിക്കുമ്പോ. ഇല്ല. ഇപ്പൊ നിങ്ങൾ അടുക്കി ഒതുക്കി വെക്കാൻ തുടങ്ങി. ഇപ്പൊ അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം ഇല്ലാത്ത അവസ്ഥ വരുന്നുണ്ടോ? എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വരുന്നുണ്ടോ? ഇല്ല. അല്ലേ? മുമ്പേ നിങ്ങൾ ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിചാരിച്ച സമയത്ത് നടക്കാതിരിക്കുമ്പോ ഇപ്പോൾ നിങ്ങൾക്ക് പൈസ എല്ലാ സമയത്തും ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കേണ്ട. അതിന് സാധനല്ല, അതിന്റെ രീതി അങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ആ സാധനം എവിടെ നിന്ന് കറങ്ങിത്തിരിച്ച് നമ്മളിൽ എത്താറുണ്ടോ? എത്താറുണ്ട്. ഇപ്പൊ ഒരു 6 മാസമായിട്ടാണ്. 6 മാസമായിട്ട്. സാറിന്റെ ക്ലാസ് ഒക്കെ കണ്ടുകൊണ്ട്. ഓക്കെ, ഞാൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട് കാശൊന്നും കിട്ടിയിട്ടില്ലല്ലോ. സാറ് കാശൊന്നും തന്നിട്ടില്ലല്ലോ. അത് തെറ്റിദ്ധരിക്കേണ്ട ആരും. സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് കാശ് കിട്ടിയെന്നല്ല. സാറ് ഇങ്ങോട്ട് വാങ്ങിച്ചതല്ല, അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെ? അല്ലെ? നമ്മുടെ ചിന്തയിൽ മാറ്റം വന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാറ്റം വന്നു. അപ്പോൾ നമുക്ക് സ്വാഭാവികമായി മാറ്റം വന്നു. നോക്കൂ, ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞു തന്നത് ഒരു ചെറിയൊരു സത്യം മാത്രമാണ്. കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ തന്നെ ഇവിടെ ഈന്റെ അനുഭവം പറഞ്ഞു തന്നു. നമ്മൾ ആരും ഒന്നും ചെയ്തല്ല. നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ നമുക്ക് ഈ സാമ്പത്തിക വിഷയങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ ചെയ്യാനായിട്ട് നമുക്ക് 10 പൈസയുടെ ചെലവില്ലല്ലോ. 10 പൈസയുടെ ചെലവ്. നമുക്കുള്ള പണത്തെ കൃത്യമായി അടുക്കി ഒതുക്കി വലുത് താഴെയും ചെറുത് മുകളിലുമായി അടുക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് അത് അവിടെ ഇരിക്കും. അവിടെ ഇരിക്കുന്നത് മാത്രമല്ല, ഇതാണ് ഇനി മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെയാണ് നിങ്ങൾ ഈ പണത്തെ ചുരുട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാലും പണത്തെ 10ഉം 20ഉം 30ഉം എത്ര പേരുടെ മറ്റൊരു ചോദ്യം കൂടി, എത്ര പേരുടെ പേഴ്സിൽ പഴയ കുറെ നോട്ടുകളുണ്ട്? പഴയ ചെറിയ നോട്ട്, 10 രൂപയുടെയും 20 രൂപയുടെയും പഴയ കുറെ നോട്ടുകൾ, മുഷിഞ്ഞായ നോട്ടുകൾ എത്ര പേരുടെ, മുഷിഞ്ഞാൽ അതിന് മോശം നല്ല ഞാൻ പറഞ്ഞിട്ടോ, എത്ര പേരുടെ ഇതിലുണ്ട്? എത്ര പേര് അത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതൊന്ന്. രണ്ടാമത്തേത്, എത്ര പേര് നിങ്ങൾക്ക് ആരെങ്കിലും വന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കാശ് ചെലവാക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പേഴ്സ് തുറന്നിട്ട് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ തുക പുറത്തോട്ടെടുക്കാറുണ്ട്? ഇപ്പൊ 500 നമ്മൾ എടുത്തുള്ളൂ. മോദി വന്നുകൊണ്ട് അങ്ങനെ നോട്ടിന് 500 മുകളിലില്ല, 500 താഴെയാണ്. 500 നോട്ടെല്ലാം താഴോട്ട് ഇങ്ങനെ ഇതുക്കി അടിയിലോട്ട് വെച്ചിട്ട് 10 രൂപ 20 രൂപ മാത്രം പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന എത്ര പേരുണ്ടോ? എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയോ? ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ട 100 രൂപയായിരിക്കാം. 100 രൂപയുടെ നോട്ട് അവിടെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം എടുക്കുന്നത് 10, 20 ഇങ്ങനെ എടുത്തിട്ട് 100 100 ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടോ? ഇതും ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. കാരണം എന്താ, ഇത് 3 കാര്യങ്ങളുടെ സൈക്കോളജി നിങ്ങൾ മനസ്സിലാക്കണം.
വെറുതെ ഞാനിപ്പോ പറഞ്ഞത് വെറുതെ ആണെന്ന് തോന്നേണ്ട, ഇത് തമാശയായിട്ട് തോന്നിയാലും കുഴപ്പമില്ല. ചില തമാശകൾ നല്ലതാണ്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് വലിയൊരു മനസ്സിന്റെ വാതിലുകൾ അവിടെ തുറക്കുമെന്നുള്ള സത്യം അറിയും. സമ്പത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ആശങ്കയാണ് ഉള്ളതെങ്കിൽ അതിന്റെ റിസൾട്ട് മുഴുവൻ ആശങ്കയായിരിക്കും. മുഴുവൻ ആശങ്കയായിരിക്കും സംഭവിക്കുന്നത്. അപ്പോ നമുക്ക് എന്താണ് ഈ നമുക്കുള്ള മൈൻഡ് സെറ്റ് എന്നറിയാം, മനസ്സിലാക്കണം. ഞാൻ എല്ലാ ക്ലാസ്സിൽ ഇപ്പൊ നേരത്തെ ബാക്ക് കാണിച്ച മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് ആണ്, മണിയെ പറ്റി മാത്രം പഠിക്കേണ്ട ക്ലാസ് ആണ്. ഈ പണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? അതൊരു പേപ്പർ മാത്രമേ ഉള്ളൂ അല്ലെ? അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇപ്പൊ പിന്നെ അതും മാറി എല്ലാം ഗൂഗിളിലേക്ക് മാത്രമായി എന്ത് ചോദിച്ചാലും ഗൂഗിൾ അടിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഇമോഷനും അതിനകത്തുണ്ടോ? ഗൂഗിൾ പേ വന്നതിന് ശേഷം നിങ്ങളിപ്പോ ഒരു ചായ കുടിച്ചിട്ട് 10 രൂപ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന 10 രൂപക്ക് നിങ്ങൾ എന്തെങ്കിലും ഇമോഷൻ ചേർക്കാറുണ്ടോ? എത്ര രൂപ? 10 രൂപ. സ്കാൻ ചെയ്തു, 10 അയച്ചു, പോയി. എത്ര സെക്കൻഡ് നമ്മൾ ആ മണിയെ ശ്രദ്ധിക്കുന്നുണ്ട്? അതേ സമയത്ത് നിങ്ങൾ കാശ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിലും എത്ര ശ്രദ്ധയോടെ നിങ്ങൾ അത് കൈകാര്യം ചെയ്യും? ഡിജിറ്റലൈസേഷൻ വരുമ്പോഴുള്ള വ്യത്യാസം, നമ്മൾ ഇമോഷണലി വലിയ മാറ്റം വരും. അതുകൊണ്ട് തന്നെ ഈ സാധനം ഡിജിറ്റലായി വന്നതിന് ശേഷം നമുക്ക് ചെലവ് കൂടുതലാണോ കുറവാണോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വാഭാവികം കൂടി അല്ലെ, ചെലവ് അല്ലാണ്ട് കൂടി. കാരണം നമ്മളിത് ശ്രദ്ധ കുറഞ്ഞൂടെ ഉപയോഗിക്കുന്നത്. അപ്പോ പണത്തെ, പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ അതിനോട് ശ്രദ്ധ കുറഞ്ഞാലും അതിനോട് നമ്മൾ കൊടുക്കുന്ന ഈ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ആ സ്കേർസിറ്റി മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമുക്ക് ഇല്ലായ്മയുടെ ബോധം അവിടെ ഇല്ല, പിടിച്ചു നിൽക്കാനുള്ള ബോധമില്ല. നമ്മൾ ഒറ്റയടി കൊടുത്തങ്ങ് മൂവ് ചെയ്ത് പൊക്കോളും എന്നല്ലേ? നമ്മളതിന് പിടിച്ചു നിൽക്കാൻ നിൽക്കണില്ലല്ലോ. ഓ, ഇത് 10 രൂപയോ 100 രൂപയോ മത്തി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 400 രൂപ 1 കിലോ മത്തി, കൊയ്യോ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ 200 രൂപ തലയിൽ കൈവച്ച് നമ്മള് ഗൂഗിൾ പേ വന്ന സമയത്ത് എത്രയാ മത്തി? 400 രൂപ അങ്ങ് സ്കാൻ ചെയ്ത് കൊടുത്തിട്ട് വന്നു. ഒരു കുഴപ്പവും വരില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ ആ അയ്യോ പൊത്തോന്ന് വിളിക്കുന്ന ആ മനസ്സസ്ഥയിൽ നിന്ന് മാറ്റം വന്നു. ഇത് മൈൻഡ് സെറ്റിന്റെ വലിയ ചേഞ്ചസ് ആണ് ഇവിടെ വരുന്നത്. നമ്മൾ കറൻസിയെ കൃത്യമായി എണ്ണി കൊടുക്കുമ്പോൾ സന്തോഷപൂർവ്വം കൊടുക്കാത്ത സ്കേർസിറ്റി മൈൻഡുള്ള ആൾക്കാർക്ക് ഇതിന്റെ വരവും കുറയും. ഇതിനെ നമ്മൾ അങ്ങനെ, മണി എപ്പോഴും ഒഴുകി നടക്കേണ്ട സാധനമാണ്, ഇതിന് പിടിച്ചു നിർത്താൻ പറ്റില്ല. അതിന് ഒഴുക്കിനെ എത്രത്തോളം ലിബറലാക്കി നമ്മൾ വിടുന്നുവോ അത്രയും ഈ സാധനം വീണ്ടും വരും. പണമില്ലായ്മയ്ക്കുള്ള ഭയമല്ല നമുക്ക് വേണ്ടത്, പണമില്ലായിരിക്കുമ്പോഴും നമുക്ക് ആവശ്യാനുസരണം കാര്യങ്ങൾ നടത്താൻ പറ്റും എന്നുള്ള ബോധം വരുമ്പോൾ മാത്രമാണ് ഈ ഫ്ലോ നടക്കുക. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ കടം മേടിക്കില്ലേ, അല്ലെ കടത്തെ പറ്റി തന്നെ പറയുന്നത്. നമുക്കിപ്പോ 400 രൂപ കൊടുത്ത് 1 കിലോ മത്തി മേടിക്കണം. മുമ്പ് 50 രൂപയ്ക്ക് മത്തി മേടിച്ച് നമ്മള് 50 രൂപയ്ക്ക് കയ്യിലില്ലെങ്കിൽ 40 രൂപ മത്തി മേടിച്ചു വന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് മാറിയിട്ട് നമുക്കതില്ലെങ്കിൽ അടുത്ത് നമ്മളാ വിളിച്ചു ഒരു 200 രൂപ 500 രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്തെന്ന് ഓൺ ദ സ്പോട്ട് കൂട്ടുകാരോട് വിളിച്ചു പറയും. അവർ ഗൂഗിൾ പേ ചെയ്യും, നിങ്ങൾ ആ സാധനം മേടിച്ചിട്ട് വരും. പിന്നെ പൈസ വരുമ്പോൾ അവർ തിരിച്ചു കൊടുക്കും. നമ്മൾ എത്ര ലിബറൽ ആണ് ഇവിടെ സംഭവിക്കുന്നത്, എത്ര മനസ്സുകൊണ്ട് എത്ര ആ പിടിച്ചു നിർത്തം വിട്ടു കൊടുക്കുന്നതിന്റെ ഗുണം ഒന്ന് ആലോചിച്ചേക്കാം. മണി എന്ന് പറഞ്ഞു വന്നത് എത്രയാണ്? മണി എന്ന് പറയുന്നത് നിങ്ങൾ പേപ്പർ ആയാലും ഡിജിറ്റൽ ആയിക്കഴിഞ്ഞാൽ എല്ലായിടത്തും അതൊരു എനർജിയാണ്, അതൊരു ഫ്ലോ ആണ്. അതിന് നമ്മൾ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ബഹുമാനത്തോടെ, ആദരവോട് കണ്ടു കഴിയുന്നത്രയും അത് നമ്മളിലേക്ക് കൂടുതൽ വരും. ഇത് കുറെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പൊതുവെ ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴും നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ പറയാം. എപ്പോഴെങ്കിലും വീട്ടിൽ വന്നിട്ട് നിങ്ങളൊരു 500 രൂപ നോട്ട് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് വെറുതെ വീട്ടിലെ അലമാരിക്കകത്ത് ഇങ്ങനെ വെച്ചു എന്ന് കരുതിക്കോ. നിങ്ങൾ അവിടെ വെച്ചു, അന്നേരം വന്ന് തിരക്കിൽ അങ്ങോട്ട് വെച്ചു. പിന്നെ നിങ്ങൾക്കത് മറന്നുപോയി, നിങ്ങൾ ആ സാധനം അവിടെ മറന്നുപോയി. നമ്മളത് മനഃപൂർവ്വം ഒളിപ്പിച്ചതൊന്നുമല്ല, അവിടെ വെച്ച് മറന്നുപോയി. പക്ഷെ മറ്റൊരാവശ്യത്തിന് ഇങ്ങനെ തപ്പി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ആ 500 രൂപ നോട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ തന്നെ കാശാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ കാശാണ്, നിങ്ങൾക്ക് വേണ്ട സമയത്ത് കിട്ടാത്തൊരു കാശാണ്. പക്ഷേ നിങ്ങൾക്ക് ആ സമയത്ത് തോന്നുന്ന എന്താ? നിങ്ങൾക്ക് നിധി കിട്ടിയ പോലെ ആയിരിക്കില്ല സാധനം. സ്വന്തം തന്നെയാണ് കാശ്, നിങ്ങൾക്ക് ആവശ്യത്തിന്. അതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് 500 കൊണ്ട് വലിയൊരു ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അന്ന സമയത്ത് ഒന്നും ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടി വരുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് പൈസയുടെ ആവശ്യമില്ലെങ്കിൽ തന്നെയും വല്ലാത്തൊരു മാനസികമായ മാറ്റമായിരിക്കില്ലേ?
എനിക്ക് കിട്ടി എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോ എടുത്ത സാറേ ഞാൻ ഡ്രസ്സ് തപ്പാൻ നോക്കുമ്പോൾ കുറച്ച് കാശ് പണ്ടപ്പോഴും ഞാൻ വെച്ച കിട്ടിയെന്ന് പറഞ്ഞ സന്തോഷത്തിന്. ആരെ കാശാ? നിങ്ങളുടെ തന്നെ കാശാണ്. പക്ഷേ ഇത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ. ഇങ്ങനെ ആ മണിയെ ആ കാഴ്ചപ്പാടിലെ സമയത്ത് ആ കാഴ്ചപ്പാടിലൂടെ മണിയെ കാണാൻ പറ്റണം. ആ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ശരിക്കും അനുഭവിക്കണം. ആ അത്തരം സന്തോഷങ്ങൾ അനുഭവിക്കുമ്പോഴേ ഈ ഹൈഡ് ആൻഡ് സീക്ക് എന്നൊക്കെ പറയില്ലേ, അതുപോലെ മണിക്ക് ഇങ്ങനെ നമ്മളെ കളിപ്പിക്കാൻ തമാശ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തമാശ കളിക്കുന്ന പോലെ മണിയെ നമുക്ക് കളിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. അപ്പൊ ഇത് എപ്പോഴും നമുക്ക് ഒരു സ്കേർസിറ്റി മൈൻഡ് സെറ്റ് അല്ല ഉണ്ടാവുന്നത്. എന്റെ ആവശ്യ സമയത്ത് ഇത് ലഭിക്കും എന്നുള്ള ഒറ്റ ചിന്ത മതി. ഇന്നിപ്പോ എന്നോട് വൈഫ്, ഞാൻ തിരിച്ചു വന്നപ്പോൾ ചോദിക്കും, ഇന്നിപ്പോ 1-ാം തീയതി ആകുമ്പോൾ നമുക്ക് ഒരുപാട് പേയ്മെന്റ് അവിടെ കൊടുക്കാണ്ട് എല്ലാം കൊണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് വൈഫിനോട് പറഞ്ഞു, എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല, ഒരു പേയ്മെന്റ് വന്നിട്ടില്ല, വരേണ്ട പേയ്മെന്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷെ ഈ മാസം റെന്റ് കൊടുക്കാനുണ്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്, എങ്ങനെ നടക്കുമെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ എന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞു, എന്താ ചെയ്യാ, ആരും പേയ്മെന്റ് ഇപ്പൊ 2 ദിവസം ലീവ് ആയതുകൊണ്ട് പേയ്മെന്റ് ഒന്നും വന്നിട്ടില്ല, എങ്ങനെ നടക്കുമെന്ന് എനിക്കല്ല. ഇപ്പൊ വൈഫ് പറഞ്ഞു, അപ്പൊ ഇന്ന് എന്തായി കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, എല്ലാം നടന്നു, എല്ലാം അതുപോലെ നടന്നു, എങ്ങനെയൊന്നും എനിക്കറിയില്ല, സംഭവം എല്ലാം നടന്നിട്ടുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കുകയും ചെയ്തിട്ടില്ല, ഒന്നുമില്ല, എവിടുന്ന് വന്നു എന്ന് അറിയില്ല, കാശ് വരികയും ചെയ്തതിന് പോകേണ്ട ബില്ലുകളൊക്കെ പോവുകയും ചെയ്തു, 1-ാം തീയതി ഒരു വിഷയമില്ല, ഇപ്പൊ നിലവിൽ ഇനി നാളെ കുറച്ചും കൂടി കാശുണ്ടായി നാളത്തെ ഒരു ബില്ലും കൂടി പാസ്സായി പോകും, ഞാൻ വിചാരിക്കും നടക്കും, രാവിലെ ഏതെങ്കിലും വഴി നടക്കും എന്ന് പറയുന്ന പോലെ ചിന്തകളിലേക്ക് ഭാരം ഇല്ലാതെ ഭയമില്ലാതെ നമ്മൾ നിൽക്കാൻ പറ്റിയാൽ മാത്രമേ കാശ് ഇങ്ങനെ നമ്മളിൽ വരുള്ളൂ. അപ്പോ പണത്തോട് നമ്മള് നല്ല ഇമോഷണൽ ബന്ധമാണ്. നേരത്തെ സ്നേഹം എന്ന് പറഞ്ഞില്ലേ, ആ സ്നേഹമുള്ള ആളോട് നിങ്ങൾ എന്ത് ഇമോഷനാണ് കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരാളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ, അയ്യോ നമ്മൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കയ്യിൽ വെച്ചാൽ സ്നേഹം നടക്കുമോ? അല്ല, അതിന് ഫ്രീ ആയിട്ട് വിടും. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണേ, ഭാര്യ ഭർത്താക്കന്മാരെല്ലാം ശ്രദ്ധിക്കണേ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ പിടിച്ചു വെച്ചിട്ട് സ്നേഹിക്കോ, വിട്ടുകൊടുത്ത് സ്നേഹിക്കോ? എന്താ ചെയ്യാ? ഒന്ന് ഉത്തരം പറഞ്ഞ്. 1, 2. പിടിച്ചു വെച്ചിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് 1 എന്ന് പറയാ, വിട്ടുകൊടുത്തിട്ടാണ് 2 എന്ന് പറയാ. എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യ ഭർത്താവിനെ കുട്ടികളെ നിങ്ങൾ സ്നേഹിക്കുന്നത്? പറട്ടെ. 1 ഉത്തരം പറയാൻ മടിയായിരിക്കും അല്ലെ? പിടിച്ചു വെച്ച് സ്നേഹിക്കുമെങ്കിൽ 1, വിട്ടുകൊടുത്ത് സ്നേഹിക്കുമെങ്കിൽ 2. എന്ന് നോക്കട്ടെ നിങ്ങൾ എത്ര പേര് കൃത്യം പറയണമെന്നോ. ആദർശം കറക്റ്റ് ചൊല്ലിയിരിക്കും. 1 ചൊല്ലി പിടിച്ചു വെച്ചതാരും ഇരിക്കേ അല്ലേ? യെസ്, വിട്ടുകൊടുക്കണം. കയറൂരി കൊടുക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വിചാരിക്കരുത്. സ്നേഹം എന്ന് പറയുന്ന സാധനം ഇമോഷനാണ്. നമുക്ക് ആ ഇമോഷൻ ലോക്ക് ചെയ്തിടരുത് എന്തിനേയും. സ്നേഹം എന്ന് പറയുന്നത് ഇമോഷനാണ്. ഇമോഷൻ ലോക്കിംഗ് പാടില്ല. ലിബറേഷനാണ് ഇമോഷൻ എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഫ്രീഡം. ആ ഫ്രീഡം മണിയുടെ കാര്യത്തിൽ കൃത്യമായി പാലിക്കണം. അതിനോട് പറയണം, നീ പോയിട്ട് വരൂ, നീ പോവരുത് എന്നാണ് നമ്മൾ പറയുന്നത്. മണിയോട് പോരുത് എന്നാ പറയുന്നത്. പോവരുത് എന്ന് പറഞ്ഞ പിന്നെ അത് എന്ത് സംഭവിക്കോടെ? അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ചത്, പഴയ നോട്ടുകൾ എത്ര നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്? ഇമോഷനെ പുറത്താക്കുന്നത് എന്തിനറിയോ? എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായിക്കും. ഇല്ല, അങ്ങനെ നടക്കൂല മണി. പണം പഴയത് വെച്ച് പിടിക്കൽ, അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരണം. പണ്ട് മോദി നോട്ട് നിരോധിച്ചപ്പോൾ ആൾക്കാർ നെഞ്ചിടിച്ച് കരഞ്ഞ എന്തിനാണെന്നറിയോ? കുറെ കെട്ടുകണക്കിന് പഴയ നോട്ടുകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിട്ടില്ല. ഈ സാധനത്തെ പിടിച്ചു വെച്ചതുകൊണ്ടാ. ആ ബാങ്ക് കൊണ്ടുവെക്കാൻ പേടിയാണ്, അതുകൊണ്ടാ. അപ്പോ ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയാം ഒന്നുകൂടി. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വീട്ടിലൊക്കെ കെട്ടിക്കിടക്കുന്ന കാശ് ഉണ്ടെങ്കിൽ രാജുവേട്ടനെ പോലുള്ള ആൾക്കാരെ വിളിക്കുക, അവരുടെ ബാങ്കിലേക്ക് നിക്ഷേപിക്കുക. അവിടെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ പണം തരൂ കേട്ടോ. അങ്ങനെ രാജുവേട്ടന് ഞാൻ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കെട്ടി വെക്കേണ്ട കാശ് ആരും പഴയ പണം അതിന് പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോ പണം നമ്മൾ ഒളിപ്പിച്ചു വെക്കാൻ പാടില്ല എന്നാ ഞാൻ പറയാം. പണം പൂഴ്ത്തി വെക്കാൻ പാടില്ല. അതിന് ലിബറായിട്ട് വിടണം. പണത്തിന് ഇമോഷണൽ ബന്ധം എപ്പോഴും ലോക്ക് ചെയ്യുന്നതായിരിക്കും, അൺലോക്ക് ചെയ്ത് വിടണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ, പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യമുണ്ട്, 1 രൂപ പോലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും 1 രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ശരി, 1 രൂപ പോലും നഷ്ടപ്പെടുത്തരുത് നിങ്ങൾക്ക് മനസ്സിലില്ലേ? എത്ര പ്രാവശ്യം കേട്ടതായിരിക്കും നമ്മൾ. ഇന്നേ വരെ ഒരാൾക്ക് 1 രൂപ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടു പോവാന്ന് വെച്ചാൽ കളഞ്ഞു പോകുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അത് വളരെ റെയർ ടു റെയർ കേസ്. അതിപ്പോ പണം മാത്രമല്ല, നമ്മളെ തന്നെ നമ്മൾ കളഞ്ഞു പോകാറുണ്ട്, അത് വേറെ കാര്യം. അതല്ലാതെ കണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് എപ്പോഴാണ്?
നമ്മൾ എപ്പോഴാണെന്നറിയോ? 10 രൂപയുടെ സാധനം നിങ്ങൾ 15 രൂപയ്ക്ക് വാങ്ങി എന്ന് കരുതുമ്പോൾ നിങ്ങൾ അയ്യോ എനിക്ക് 5 രൂപ നഷ്ടമാണ്, അല്ലെ? ഈ അളവുകോല് നിങ്ങൾ അതായത് 15 രൂപയുടെ സാധനത്തിന്റെ വാല്യൂലാണോ നഷ്ടബോധത്തിലാണോ നിങ്ങൾ ആ സാധനത്തെ പിന്നെ കാണുക? നിങ്ങൾ 10 രൂപ ഉള്ളൊരു സാധനം നിങ്ങൾ തീരുമാനിച്ചു, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിട്ട് 10 രൂപയാന്ന് പറഞ്ഞു, നിങ്ങൾ വാങ്ങിച്ചത് അത് 15 രൂപയാണ്. നിങ്ങൾ പിന്നെ അതിനെ കാണുന്നത് 15 രൂപയുടെ സാധനമായിട്ടാണോ 10 രൂപയുടെ സാധനമായിട്ടാണോ? അല്ലെങ്കിൽ നഷ്ടബോധത്തിലാണോ കാണുന്നത്? നഷ്ടബോധത്തിലാണ് നമ്മൾ കാണുന്നത്. ഇത് പിന്നെ നമ്മൾ പറയുന്നല്ലോ, ഈ സാധനം വാങ്ങിച്ച തന്നെ വില കൂടിയിട്ടാ, ഈ സാധനം ഞാൻ വാങ്ങിച്ച തന്നെ വില കൂടിയിട്ടാ. നിങ്ങൾക്കറിയോ, ഒരു ഡയമണ്ട് ചിലപ്പോ നിങ്ങൾക്കിപ്പോ കയ്യിൽ സാധാരണ ഒരാൾ ഡയമണ്ട് കണ്ടാൽ, സാധാരണ നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ഡയമണ്ടിന് എത്ര വില വരും? 1 കോടി 25-30 കോടി രൂപയുടെ ഡയമണ്ട് ഇല്ലേ? അതിന്റെ വലിപ്പത്തിലോ മാറ്റിലോ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇത് എവിടെയാ അതിന്റെ വാല്യൂ എവിടെയാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ആ 25-30 കോടി രൂപ ഡയമണ്ടിന്റെ വാല്യൂ എവിടെയാ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? അതറിയാത്തവനെ ഡയമണ്ട് ഒരു 25 കോടി രൂപ ഡയമണ്ട് കൊണ്ടിട്ട് നമ്മളിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് 25 കോടി രൂപ അതിന് വില മതിക്കാൻ പറ്റും? അറിയോ നമുക്കത് സാധാരണക്കാരന്? പക്ഷെ അത് യഥാർത്ഥത്തിൽ അതിനെപ്പറ്റി അറിയുന്നവന്റെ കയ്യിൽ എത്തിയാലോ അവനല്ലേ അതിന് വില ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഓരോ ആൾക്കും ഓരോ ആളുടെ മെന്റാലിറ്റി അനുസരിച്ച് മാറി മാറി വരും. അപ്പൊ നമുക്കുള്ള സാധനത്തെ വാല്യൂ നിശ്ചയിക്കുന്നത് നമ്മളാണ്, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടല്ല നമ്മളെ വാല്യൂ നിശ്ചയിക്കുന്നത്. ഞാൻ പലപ്പോഴും എനിക്ക് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള, ഞാൻ എപ്പോഴും സാധനം മേടിക്കാന്ന് വെച്ചാൽ അത് എത്ര വിലയുണ്ട് ആ വിലക്ക് പോയി വാങ്ങിച്ചിട്ട് വരും. ഞാനത് നെഗോസിയേഷൻ ഒരിക്കലും ചെയ്യില്ല. എന്നിട്ട് ഞാൻ പ്രൗഡായിട്ട്, ഇപ്പൊ നിങ്ങൾ ഈ ബാക്കിലിരിക്കുന്ന ഈ TV 14 വർഷം മുമ്പേ, ഞാൻ 12 വർഷം മുമ്പേ വാങ്ങിച്ചത്, ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇപ്പോഴും അത് ഉപയോഗിക്കാൻ പറ്റാതെ കൊടുക്കും. ഞാൻ അന്ന് 9th, അതായത് നാട്ടിലെ 2.5 ലക്ഷം രൂപക്ക് വാങ്ങിച്ച TV ആയിരുന്നു. ഇന്ന് TVക്ക് എത്ര വില ഉണ്ടാവും? അതാലോചിച്ചിട്ട് കാര്യമുണ്ടോ? അന്ന് അതിന് ഇത്ര വിലയുണ്ട്, ഞാൻ വാങ്ങിച്ചു, എനിക്കിഷ്ടമായിരുന്നു, അത് എന്റെ ഇഷ്ടത്തിന് വാങ്ങിച്ചു. പക്ഷെ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് ഓക്കെ. ഈ രീതിയിൽ നമ്മൾ എപ്പോഴും മെന്റാലിറ്റി കണ്ടെത്തണം. പണം അങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുക, അപ്പോഴേ അതിന് വിലയുണ്ടാവുള്ളൂ, അപ്പോഴേ ഇത് കൂടുതൽ നമ്മുടെ കയ്യിൽ വരുള്ളൂ. അപ്പൊ ചെലവുകൾ പിന്നെ അവർ പറയും എല്ലാം എഴുതി വെക്കണം, 1 രൂപ പോലും എഴുതാതിരിക്കരുത്. എഴുതി വെച്ചാൽ എന്താ ഗുണം? ടെൻഷൻ ഉണ്ടാവുന്നതാണെങ്കിൽ എഴുതി വെക്കരുത്. നിങ്ങൾ കണക്ക് എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ടെൻഷനാണ് ഉണ്ടാവുന്നത് എഴുതി വെക്കരുത്. നിങ്ങൾക്ക് സന്തോഷം വരും. ഞാൻ പറയാറില്ല, എന്നെ പറ്റിയ കാര്യം പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഞാൻ എഴുതി വെച്ച് നോക്കുമ്പോൾ എപ്പോഴും ഞാൻ തളരുമ്പോൾ ഞാൻ ഈ ബുക്ക് എടുത്ത് നോക്കും, ആഹാ ഇത്രയും കാശ് ഉണ്ടാക്കിയല്ലോ ജീവിതത്തിൽ, ചിലവാക്കുകയും ചെയ്തിട്ടുണ്ട്, പിന്നെന്താ കുഴപ്പം എന്ന് തോന്നുന്ന മെന്റാലിറ്റിയാണ് എഴുതി വെക്കുക. അല്ലാതെ ഇത് നോക്കിയിട്ട് ഈ മാസ ചെലവ് കണ്ടോ, വിഷയമാണ് എന്ന് പറയുന്നത് ദയവ് ചെയ്ത് എഴുതി വെക്കരുത്. ഈ പരിപാടി നിർത്തിക്കും. ഇത് കണ്ടിട്ട് നോക്കൂ, ഈ മാസ ചെലവ് നമുക്ക് 55,000 രൂപയാണ്, വരവ് 50,000 രൂപയുള്ളൂ കേട്ടോ. അപ്പൊ 5,000 കുറവാണ് എങ്കിൽ അടുത്ത മാസം 60,000 ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവൻ ഇത് എഴുതി വെച്ചോ, അല്ലാത്തവൻ എഴുതി വെക്കണം. ഇത് രണ്ട് മെന്റാലിറ്റിയാണ്. ഇത് മണിയെ പറ്റി ശരിക്കും നമ്മൾ അറിയണം. അപ്പോ പണം എന്ന് പറയുന്നത് എനർജിയാണ്. അത് നെഗറ്റീവ് ആക്കണോ പോസിറ്റീവ് ആക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ എനർജി ആണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പണം പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ? അപ്പൊ ഇതിന് പോസിറ്റീവ് ആകണമെങ്കിൽ നമ്മൾ കാഴ്ചപ്പാട് പോസിറ്റീവ് ആക്കുക തന്നെ വേണം. പണം എനർജി ആണെന്ന് പറഞ്ഞിട്ട് എനർജി രണ്ടും ഉണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പണത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വരണം സന്തോഷം, നമുക്ക് ഇങ്ങനെ പൊങ്ങി വരണം. അതാണ് പോസിറ്റീവ് എനർജി. അപ്പോൾ മാത്രമേ ഇത് നമ്മളിലേക്ക് വരികയുള്ളൂ. മറ്റത് എനർജിയാണ്, താഴോട്ട് പോകുന്ന എനർജിയാണ്, അത് ഉണ്ടാവാൻ നോക്കണം. അതുപോലെ തന്നെ പണം നമുക്ക് ഭയക്കേണ്ട ഒന്നല്ല. കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒന്നിനെ നമുക്ക് ഭയമുണ്ടാവില്ല. നമ്മൾ പണത്തെ ഭയക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അതിനെ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കാൻ തുടങ്ങാത്തൊരു സാധനം നമ്മളടുത്ത് വരികയുമില്ല. ഉണ്ടോ? ആരും വരില്ല. നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തടത്ത് പോകാറുണ്ട്? ഒരാളും പോവാറില്ല, അല്ലെ? നിങ്ങളെ സ്നേഹിക്കുന്നിടത്തേക്കല്ലേ പോകുള്ളൂ. അപ്പോൾ ഭയം നമുക്കുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ സ്നേഹമില്ല, അല്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ ഭയമുണ്ടോ? അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. പണത്തെ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യണം. എപ്പോഴും മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമാണ്, പണം എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, ഒരു വീലാണ്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇത് ഇന്ന് നിങ്ങളുടെ കയ്യിലും നാളെ മറ്റൊന്റെ കയ്യിലാണ്. നാളെ നിങ്ങളിലുള്ള കാശ് എന്റെ കയ്യിലേക്ക് വരണം. അപ്പോൾ ഞാനിത് കോഴ്സ് പറയും, നിങ്ങളെ കാശ് അയച്ചു തരാം, അപ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പോ ഇതിങ്ങനെ ഫ്ലോ ആയി പോയിക്കൊണ്ടിരിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ വീണ്ടും കാശ് ഉണ്ടാക്കും. അപ്പൊ വീണ്ടും ഇങ്ങോട്ട് ഒഴുകി തരും. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ ഒഴുകി പോണ ഈ സാധനം. ഇത് തടഞ്ഞു നിർത്താൻ ശ്രമിക്കരുത്. നിർന്നു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നല്ല ശുദ്ധജലം, ഒരു ബോട്ടിൽ അടിപൊളി ശുദ്ധജലം നിങ്ങൾ വാങ്ങിച്ചു,
നിങ്ങൾ അതിനെ ഒരു ബോട്ടിൽ അങ്ങ് സേവ് ചെയ്ത് വെച്ചു, കെട്ടി വെച്ചോടെ. 4 ദിവസം കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ദുർഗന്ധം ഒരിക്കലും പിന്നെ കുടിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ പണം കെട്ടിവെക്കേണ്ട സാധനമല്ല, വിട്ടുകൊടുക്കുക. ആദരവോടെ കൂടെ ചേർത്ത് പിടിച്ചാൽ അത് നിങ്ങളെയും കൂടെ ചേർത്ത് പിടിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പണത്തെ വെക്കുമ്പോൾ, പണത്തെ വെക്കുന്നതിന് ഒരു ശരിയായ കണക്കുണ്ട്. ഏറ്റവും താഴെയായിട്ട് വലിയ പണവും, ഇപ്പൊ ഇങ്ങനെ 500 500, 200, 100, 50, 20, 10, പിന്നെ ഇപ്പൊ 5 ഉണ്ട്. പഴയ നോട്ടുകളൊക്കെ 5 ഉണ്ട്. 5, 2, 1 ഇങ്ങനെ തന്നെ വെക്കണം. പക്ഷെ എണ്ണാൻ തുടങ്ങുമ്പോൾ നേരെ തിരിച്ചു പിടിച്ചെണ്ണണം. വലുതിൽ നിന്ന് വെക്കുമ്പോൾ വലുതിൽ നിന്നും ചെറുതിലോട്ട് വെക്കുകയും, എണ്ണാൻ തുടങ്ങുമ്പോൾ തിരിച്ചു പിടിച്ചെണ്ണുകയും വേണം. വലുതിൽ നിന്ന് ചെറുതിലോട്ട് എണ്ണണം. ഇത് 2 കൃത്യമായി പണത്തിന്റെ കാര്യം അറിയണം. നിങ്ങൾ വെറ്റില കണ്ടിട്ടുണ്ടോ? വെറ്റില എങ്ങനെയാ കൊടുക്കുക? തുറന്നു കൊടുക്കും, എന്നിട്ട് പിടിക്കുന്നതോ തിരിച്ചു പിടിക്കും. ഇതെല്ലാം കുറെ തത്വങ്ങളുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ സയന്റിഫിക്കുള്ള കാര്യങ്ങളൊക്കെ മറ്റൊന്നുമില്ല. വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് ചെലവാകുന്നതും വരുന്നത് വലുതിൽ നിന്ന് ചെറുതിലോട്ടും. നമുക്ക് കാഴ്ചയിൽ ഉണ്ടാവേണ്ടത് ചെറുതിൽ നിന്ന് വലുതിലോട്ടുമാണ്. അപ്പോഴാണ് നമുക്ക് അബൻഡൻസ് ഫീൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുകളിലോട്ടാണ് ഫീൽ ചെയ്യുന്നത്. വലുത് കണ്ടിട്ട് പിന്നെ ചെറുത് നമുക്ക് കാണാൻ തോന്നില്ല. ചെറുത് കണ്ടിട്ട് വലുത് കാണുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത്. അങ്ങനെ കുറെ സൈക്കോളജിക്കൽ കാര്യമുണ്ട്. അപ്പൊ എല്ലാവരും ഒരു കാര്യം പറയുക, എന്റെ പണം എനിക്കിഷ്ടമാണ്. ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് നിർത്താം. എന്റെ പണം എനിക്കിഷ്ടമാണ്. ഞാൻ പണത്തോട് ആദരവോടെ പെരുമാറുന്നു. പണം എനിക്കൊപ്പം സന്തോഷത്തോടെ നിലനിൽക്കുന്നു. ഇതൊരു 3 തവണ നിങ്ങൾ ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയണം. ഞാൻ എഴുതി ഇട്ട് തരാം, ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എഴുതി വെച്ചോളൂ. ഇത് നിങ്ങൾ കൃത്യം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തെടുക്കാം. എന്റെ പണം എനിക്കിഷ്ടമാണ്. എന്റെ പണത്തിന് എനിക്കിഷ്ടമാണ്. ഞാൻ പണത്തോട് ആദരവോടുകൂടി പെരുമാറുന്നു. പണം എനിക്കൊപ്പം സന്തോഷത്തോടുകൂടി നിലനിൽക്കുന്നത്. അപ്പൊ ഞാനും സന്തോഷവാനാണ്. അതിന്റെ അർത്ഥം കേട്ടോ, ഞാനും സന്തോഷവാനാണ്, എന്റെ പണവും സന്തോഷവാനാണ്. പണം എന്നോടൊപ്പം സന്തോഷത്തോടെ നിലനിൽക്കുന്നു. ഇതൊന്ന് എല്ലാ ദിവസവും നിങ്ങളത് സമയം കിട്ടുമ്പോഴൊക്കെ പറഞ്ഞോളൂ. നന്ദി പറയാൻ മടി കാണിക്കാതിരിക്കുക. എപ്പോഴും പണം നമുക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ. സമ്പൽ സമൃദ്ധമായി തന്നെ പണം ഉണ്ടാവണം. ഇപ്പൊ ഞാൻ അന്ന് ഇതിനു മുമ്പ് ക്ലാസ്സിൽ കുറേ പറഞ്ഞു കൊടുത്തതിന് ശേഷം എന്നിട്ടാണ് മിണ്ടാതിരിക്കുന്നല്ലേ. രാജീവേട്ടൻ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് മിണ്ടാതെ ഇവിടെ ഇരിക്കണല്ലേ. കള്ള 2ാമത്തെ പ്രൊമോഷനാണ്. എന്നിട്ട് എവിടെ ഉണ്ടോ? പണത്തിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. ആദ്യത്തെ മണി മാനിഫെസ്റ്റേഷൻ കോഴ്സിൽ വന്നിട്ട് പോയതാണ്. അതിനുശേഷം വെച്ചടി കയറ്റാണ്. എന്നിട്ടാണ് മിണ്ടാതെ ഇവിടെ ഇരിക്കണല്ലേ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് നമ്മൾ അന്ന് പറയുമ്പോ എന്നോട് പറഞ്ഞെന്താന്നറിയോ? എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല സാറേ, ഇനിയിപ്പോ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ജോലിക്ക് പോകണം. ഇനി അത് പോയിട്ടൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ മനുഷ്യൻ രണ്ട് പ്രൊമോഷനാണ് ഇപ്പോ ഒപ്പിച്ചെടുത്തല്ലേ. എന്താ കഥ. താങ്ക് യു വെരി മച്ച്. നല്ല സപ്പോർട്ടീവായ ലല ചേച്ചിക്കും വളരെ സന്തോഷം. താങ്ക് യു. അപ്പോ പണത്തെ അപ്പൊ രാജു സാറിനോട് പറയുമ്പോൾ ഏറ്റവും നിൽക്കുന്ന പണത്തെ പറ്റി കാണാം. കാരണം ഇൻവെസ്റ്റ്മെന്റിലാണ് പുള്ളിയുടെ പരിപാടികൾ. ബാങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്, പണം ആൾക്കാരോട് വാങ്ങിക്കുക, ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പണം ഒരുപാട് കയ്യിലൂടെ എങ്ങനെ കറങ്ങിയടിച്ച് പോകേണ്ട ആളാണ്. അതുകൊണ്ട് വളരെ നല്ല കാര്യം. അപ്പോ ഇനിന്താ ഇത്രയും പോരെ? ഇനി പറയാൻ ആവശ്യമുണ്ടോ? ഇത്രയും പോരെ? ലളിതമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് 1 രൂപയുടെ ചെലവില്ല. ആകെ വേണ്ടത് നിങ്ങളുടെ മനസ്സ് മാത്രമാണ്. മാറ്റുക, പണത്തെ സ്നേഹിക്കുക. മറ്റെല്ലാവരും സ്നേഹിക്കാൻ നമുക്കറിയുമല്ലോ അല്ലെ. പണത്തെ സ്നേഹിക്കാൻ അറിയാത്തല്ലേ. പിന്നെ അതിന് സ്നേഹിക്കുക. സ്നേഹത്തോടെ പണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കും കുറച്ച് സ്നേഹത്തോടെ അയച്ചു തരിക. ഞാനും അതിനെ സ്നേഹിക്കാം. എനിക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ മുന്നോട്ട് പോകാം കേട്ടോ. മറക്കണ്ട. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. താങ്ക് യു. സമയമായി, നമുക്ക് പോവാം. 5 മിനിറ്റ് ലേറ്റ് ആയല്ലേ. അത്ര മെഡിറ്റേഷൻ സമയം അതുകൊണ്ടാണ്. ആർക്കും ഡൗട്ട് സാറേ ഒരു കാര്യം ചോദിക്കട്ടെ? സാറേ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ ഒരാള് വന്നിട്ട് പോകുമ്പോ നമ്മള് പൈസ കൊടുക്കുമ്പോ അവര് പറയും വേണ്ട പറയും. വേണ്ടാത്തവർക്ക് കൊടുക്കണ്ട, വേണ്ടുന്നവർക്ക് കൊടുത്താൽ പോരെ.
വേണ്ടാന്ന് പറയുന്നവർക്ക് കൊടുക്കണ്ടെന്ന്. നിങ്ങൾക്ക് എന്തിനാ വേണ്ടാത്തവർക്ക് കൊടുക്കേണ്ട ആവശ്യം? അല്ല അല്ല നമുക്ക് തിരിച്ച് തന്നിട്ട് പോവാണെങ്കിലോ? സന്തോഷത്തോടെ വാങ്ങിച്ചത്, സന്തോഷത്തോടെ വാങ്ങിച്ച ഉമ്മയും വാങ്ങിച്ചു. എന്റെ പണി നീ പോയില്ലല്ലോ എന്റെ കൊടുത്ത് തിരിച്ചു പറഞ്ഞിട്ട് ഉമ്മയും കൊടുത്ത് വെച്ചോ. സന്തോഷല്ലേ? സാർ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. സാർ ഇന്ന് എടുത്ത ക്ലാസ് ഞാൻ ഡെയിലി രാജുവേട്ടനോട് പറഞ്ഞു കൊടുക്കും. രാജുവേട്ടൻ ചുരുട്ടി കുട്ടിയെ പൈസ വെക്കുക. ഇപ്പൊ കുറെ നാളായിട്ട് അടുക്കി വെക്കാൻ തുടങ്ങി. അപ്പൊ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഫസ്റ്റില് ഞാൻ എപ്പോഴും ഇത് പറയുമ്പോ തീരെ മൈൻഡ് ആക്കൂലായിരുന്നു. നല്ല ഉപകാരമായി. ഇനി ഒരു പേഴ്സും കൂടി പുതിയത് വാങ്ങിക്കണം. ഇനി എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ വലിയ പേഴ്സ് ഒന്നും കയ്യിൽ മേടിച്ച് വെക്കണം. കുറെ കാശ് മേടിച്ച് വെക്കാൻ. പേഴ്സ് വാങ്ങി അതിന്റെ അകത്ത് ഞാൻ അടുക്കി വെച്ചു കൊടുത്താലും അത് ചുരുട്ടി കുട്ടി വെക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നടക്കൂലെന്ന്. അതിന് ഞാൻ തന്നെ അടുക്കി വെച്ചു കൊടുക്കും. ഇപ്പൊ അത് വെക്കാൻ തുടങ്ങി. അപ്പൊ വെക്കാൻ തുടങ്ങിയപ്പോ വരാൻ തുടങ്ങി. വന്നപ്പോ സന്തോഷം. ഇവിടെ ഇത് കേൾക്കുന്ന ഈ സൂം മീറ്റിംഗിൽ പങ്കെടുക്കാത്ത ഒരാളും ഉണ്ട്. ഇതൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുന്നു. അവരും ചില ആൾക്കാർ കേൾക്കണായിരുന്നു. സൂം മീറ്റിംഗിൽ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇത് ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരാളുണ്ട്. ഇതേപോലെ മടക്കി ചുറ്റി വെക്കുന്നത്. ശരി, ചോദിച്ചോട്ടെ. ചോദിച്ചോ. ഈ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, മലയാളം 1-ാം തീയതിയൊക്കെ പൈസ കൊടുക്കലെന്ന് പറയുന്നത് എന്തെങ്കിലും ശരിയുണ്ടോ സാർ? കേൾക്കാമോ? നോ കമന്റ്. ഞാൻ ഇത്തരം കാര്യങ്ങളോട് ഒരു കമന്റും പറയില്ല. അല്ല സാർ, പണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. ഓരോരുത്തരുടെയും മൈൻഡ് ആയിരിക്കും, ഇങ്ങനെ പറയാറുണ്ട്, അതുകൊണ്ട് ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ല, നമുക്ക് ആവശ്യം വന്നപ്പോ കൊടുത്തല്ലേ പറ്റൂ. ഒബ്വിയസ്ലി കൊടുത്തല്ലേ പറ്റൂ. സാറേ, ഞാൻ സംസാരിക്കട്ടെ? ഹലോ ഹലോ സാർ. അല്ല, അതെന്താണെന്നറിയോ, അതൊക്കെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയാണ്. അത് എന്നു മുതൽ അത് ഉണ്ടായതെന്നൊക്കെ അറിയോ നിങ്ങൾക്ക്? അതിന്റെയൊക്കെ ചരിത്രങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. ഈ ജമ്മി കുടിയാൻ വ്യവസ്ഥയിലൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ് അതൊക്കെ. കുടിയാൻ പോയിട്ട് ജോലിക്ക് കൂലിക്ക് ചോദിക്കുമ്പോ ഇന്ന് തിങ്കളാഴ്ച ഇന്ന് തരാൻ പറ്റില്ല, ചൊവ്വാഴ്ച മറ്റൊരു ഇങ്ങനെയൊക്കെ വന്ന സംഭവമാണ്. അല്ലാതെ ഇതൊന്നും പ്രത്യേകിച്ച് യാതൊരു കണ്ടീഷൻ ഒന്നും ഇല്ല. അന്ധവിശ്വാസം എന്നല്ല, അതൊരു അനാചാരമാണ്. അനാചാരം എന്ന് പറയുന്നത് അത് ഒരു എസ്കേപ്പ്. അത് നമ്മൾ പലപ്പോഴും അറിയൂ, രാവിലെ ഇപ്പൊ എഴുന്നേറ്റ് ഇപ്പൊ കാശ് കൊടുക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഒരു അനാചാരമായിട്ടുള്ള കാര്യം. ഓക്കെ. ഹലോ സാർ. സാറേ, ഹലോ. താങ്ക് യു. ഹലോ സാർ. പറഞ്ഞു സുധ, പറ. താങ്ക് യു സാർ. ഓക്കെ, ശരി, താങ്ക് യു. ഹലോ ഹലോ സാർ. പെട്ടെന്ന് പറ സുധ. സാർ, എനിക്കൊരു 1-to-1 സെഷൻ വേണമായിരുന്നു സാറോടൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ട്. വേണം സാർ, എനിക്ക് അത്യാവശ്യമാണ് സാർ. അത്രയും വല്ലാത്തൊരവസ്ഥയിലാണ്. സാറോട് എനിക്കും സംസാരിക്കണം. ഞാൻ മാഡത്തിനെ വിളിച്ചിരുന്നു രാവിലെ. അപ്പോ ഇപ്പൊ ഇല്ലാന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് സാറിനോട് സംസാരിക്കുന്നത് വല്ലാത്തൊരു വളരെ 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 അർജന്റ് ആണോ? അതെ സാർ, അർജന്റ് ആണ്. ഞാൻ കഴിഞ്ഞ മാസം ചോദിച്ചതാണ്, അന്നേരം പറ്റിയില്ലായിരുന്നു. വിളിച്ചു പറഞ്ഞു. ഓക്കെ സാർ. ഓക്കെ, ഞാൻ നാളെ തന്നെ ക്യാഷ് ഇടാം സാർ. സാറിനോട് സംസാരിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് സാർ. പറയാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. പറയാൻ പറഞ്ഞു, നാളെ രാത്രി നമ്മള് ഫ്രീ മെഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യണം. നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും കൊടുക്കുക. ഒരു കണ്ടീഷൻ ഇല്ല. വളരെ ഇതായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് യൂട്യൂബിൽ കൊടുത്തേക്കാം. അതിൽ കയറുക. നാളെ രാത്രി 9:30 മണിക്ക് ആണ് നമ്മുടെ ചക്ര മെഡിറ്റേഷൻ. നാളെ ഉണ്ടാവില്ല, പകരം ഫ്രീ മെഡിറ്റേഷൻ ആണ്. എല്ലാവരും പങ്കെടുക്കണം. വളരെ കൃത്യമായി 1.5 മണിക്കൂർ നേരം എടുക്കുന്ന മെഡിറ്റേഷൻ മാത്രമാണ്. നിങ്ങൾ ഹെഡ്ഫോൺ എല്ലാവരും ഉപയോഗിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് ഹെഡ്ഫോൺ എന്തായാലും വെക്കണം. എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളതാണ്. ആർക്കും വരാം, ഒരു കണ്ടീഷനും. എല്ലാവർക്കും വരാം, ഒരു കണ്ടീഷനും ഇല്ല. മലയാളം, ഇംഗ്ലീഷ് ഒന്നും പ്രശ്നമില്ല. ആര് വേണം, ഏത് രാജ്യക്കാർ വേണം വന്നു. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കാനുള്ളവരൊക്കെ അയച്ചു കൊടുത്തോളൂ. വരാം കേട്ടോ.
സാറ് സമയം എപ്പോഴായിരിക്കും സാർ? സുധയാണ്, സമയം എപ്പോഴായിരിക്കും സാറിന്റെ? 9:30 മണി. അല്ല സാർ, ഞാൻ 1 to 1 ക്വസ്റ്റ്യൻ ചോദിച്ചതേ, രാത്രി പറ്റുമോ സാർ? രാത്രി പറ്റില്ല, ഉച്ചയ്ക്ക് സമയത്ത് പറ്റുള്ളൂ. അല്ല ഞാൻ സാർ, ഞാൻ ജോലി സ്ഥലത്താണ്. ഭക്ഷണം കഴിക്കാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ആ കുറച്ച് സമയം എനിക്കിപ്പോ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ സംസാരിക്കും. 8:30 മണിയാണ് ഇട്ടേക്കണത്. എത്ര മണിക്കാണ് സാർ? ഏതാ? അല്ല, 2 മണിക്ക് 3 മണിക്ക്, ഫ്രീയോ? ഉച്ചയ്ക്ക് 3 മണിക്കാ. 3 മണിക്ക് ആണ്. ഞാനിവിടെ ജോലി സ്ഥലത്താണ്, അപ്പൊ എനിക്കത് 3 മണി സമയം. പ്രസീതയോട് സംസാരിച്ചോ? ബാക്കി പ്രസീത പറയും കേട്ടോ. സാറ് സമയം ഇട്ടേക്കണത് 8:30 മണിയാണല്ലോ. ഓക്കെ, 8:30 മണിയോ 8:30 മണി, കുഴപ്പമില്ല, നോക്കാം. അത് രണ്ടാമത് ലിങ്ക് വരുമ്പോ പറയും, മെസ്സേജ് അയക്കുമ്പോ പറയും കേട്ടോ. ശരി ശരി. താങ്ക് യു.